നിങ്ങൾ ഭൂമിൻ്റെ മുകളിൽ നിന്ന് കളിച്ചിട്ടുള്ളൂ. ഞങ്ങൾ ഭൂമിയുടെ അടിക്കുന്ന ആൾക്കാരാണ്. ഈ കുഴിക്ക് തലച്ചോറുണ്ട്. വടക്ക് കേക്ക് ഈ കാണുന്ന ഏരിയയിലാണ് ഈ കുയിൻ്റെ തലച്ചോറ് കിടക്കുന്നത്. അപ്പോൾ ഈ തലച്ചോറിലേക്ക് വരുന്ന രക്തക്കുയലുകളാണ് ആ കാണുന്ന രണ്ടെണ്ണം. ഈ പേപ്പർ പോക്കരുതിട്ടോ. ഓൾറൗണ്ട് കൺസ്ട്രക്ഷൻ. ഈ പേപ്പറോട് എടുത്തേക്കുക. അത് ചങ്ങന്മാരെ ഒരടിച്ച് പൊളി വീഡിയോ കേട്ടോ. നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ആകെ സീനായ ഒരു സൈറ്റിലാണ്. സ്ഥലം എവിടെയെന്ന് പറയണില്ല. പിന്നെ നിങ്ങൾ കണ്ടോളി. എന്തൊക്കെയാണ് 40 കൊല്ലം പഴക്കമുള്ള കക്കൂസിൻ്റെ കുഴിയാണ് കാണുന്നത്. 2 സ്ലേവ് ഉണ്ട്. സ്ലേവൊക്കെ ഇടിഞ്ഞ് കുഴിക്ക് ഇങ്ങനെ കെടുക്കുകയാണ്. നമ്മൾ ചെറുങ്ങനെ ശ്രദ്ധിച്ച് പണിയെടുത്തില്ല സ്ലേവ് ഇപ്പം ബിഗുട്ടോ. അപ്പോൾ ക്ലയൻറ്റ് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഇത് ഒരു പുതിയ കുഴി ഇവിടെ കുത്തനായിട്ട് നല്ലത് ഈ കാണുന്ന കുഴി റീസെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് കാണിച്ചു തരാൻ വേണ്ടി പോകണം കേട്ടോ. പിന്നെ ഡേഞ്ചറാണ്. നമ്മൾ ഫസ്റ്റ് പെരേക്ക് വന്ന സമയത്ത് തന്നെ ഉണ്ടല്ലോ കാലിച്ചായല്ല ചോദിച്ചത്. ഒരു പേപ്പറും പെൻസിലും വാങ്ങിയിട്ട് എന്തിനാണെന്ന് അറിയാം, പണി തീർത്ത് പോകുമ്പോൾ നമ്മൾ പക്ക അവിടെ ഗ്യാരണ്ടി എഴുതിയിരിക്കും. കാണിച്ചു തരാം. പിന്നെ അതേപോലെ ടോർച്ച് കൊണ്ടുവന്ന് എന്തിനാണെന്ന് അറിയാം, കുഴിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എങ്ങനെ വരാനാണ്. നമ്മൾ ഈ സ്ലേവ് എടുത്ത് ഫുള്ള് മണ്ണാണ്. കുഴി എടുത്ത് സ്ലേവൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെ കെട്ടാൻ പറ്റുള്ളൂ, ഒന്ന് ഫൗണ്ടേഷൻ കൊടുക്കണമൊക്കെ വരാൻ പറ്റുള്ളൂ. പിന്നെ മാത്രമല്ല നമുക്ക് കയറിക്കാൻ പറ്റില്ല. പിന്നെ സമയം നോക്കിയാണ് അതിനൊക്കെയായി ഇതാ 12 മണിയായി. ഇനി നമ്മളെന്താ ചെയ്യാന്നറിയോ, ഇതിപ്പോൾ നേരെ പോയി കയറി. ഞാൻ വലിയ പണിക്കാരനാണ് കയറിക്കാൻ പാടില്ല. ഇതെന്ത് ചെയ്യണം, ഒന്നില്ലെങ്കിൽ സ്പാനോ അല്ലെങ്കിൽ മുട്ട് കൊണ്ടുവന്നിട്ട് ക്രോസ് ഇട്ട് കണ്ട് എന്ത് ചെയ്യും, 2 സ്ലേവ് അല്ലേ, ഇത് ഒരു സ്ലേവ് നീക്കിയിട്ട് ആ മുട്ട് ഇപ്പുറത്ത് കിട്ടിയിട്ട് വേണം ഇപ്പുറത്ത് നിൽക്കാൻ. എന്നിട്ട് നമുക്ക് കുയിൻ്റെ പാടനുസരിച്ച് കെട്ടുക. എന്തേ അപ്പം അതിൻ്റെ സെറ്റപ്പ് വിഷ്വൽസാണ് ഇനി ഇവിടെ നിന്നായിട്ട് കാണാൻ വേണ്ടി പോണേ. തുടങ്ങല്ലേ സെറ്റ്. 4 മുട്ട് വാടകയ്ക്ക് എടുത്തേക്കണേ. അങ്ങനെ കെട്ടിക്കാം. ഒന്നും വേണേ അത് സ്ലേവിൻ്റെ ഇപ്പുറത്തായിക്കോട്ടെ. ആദ്യം നമുക്ക് എന്താണെന്ന് അറിയോ, ഈ സ്ലേമത്തെ തണ്ടിരിക്കുക. അത് ഒപ്പറാക്കിയാ ഇവിടെ കുപ്പിച്ചിലുണ്ട്. കാലിന് കുത്തനെ ശ്രദ്ധിക്കുക. എക്സ്ട്രാ കായ് കിട്ടുന്നതല്ല. ആ കൈകൊടുത്തോ. കക്കൂസും കുയിൻ്റെ പണിക്കൊരു പ്രത്യേക ബർക്കത്താണ്. ഈ പണി എടുത്ത് പഠിച്ചു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ദുനിയാവിൽ ഓടിയും പണിയെടുക്കാം. അല്ലേ നല്ല കുപ്പിച്ചില്ലല്ലേ എന്നെ കയറുന്ന ശ്രദ്ധിക്കട്ടാ. അതിന് നമുക്ക് എന്തിനാണെന്ന് അറിയാം, ഏറെ കെട്ടി എന്തിനാണെന്നറിയോ, ഈ സ്ലേവിനെ ഇടയ്ക്ക് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സെൻറ്ററിൽ നിന്നിട്ട് അതിനും വേണ്ടി മാത്രമാണ്. ഒരു ഷീറ്റ് വരെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ഷീറ്റ് വരെ ഉണ്ട്. ഈ ഷീറ്റ് ഇപ്പം എടുക്കായോ, ഈ കക്കൂസും കൂടി ഇടിഞ്ഞു വീഴാൻ കാരണം എന്താണെന്ന് മനസ്സിലായി. ഇത് ഇടിഞ്ഞു വീഴാനുള്ള മെയിൻ കാര്യം എന്താ അറിയോ, ഫുള്ള് കുപ്പിച്ചിൽ ഇവിടെ കൊണ്ടുപോയിട്ട് എത്രമാതിരി കുപ്പിച്ചില്ല അറിയോ. ആ മെഷീൻ വേണ്ടതാ, മെഷീന് ചാട്ടാ വേണ്ട. ഈ മരം മുറിച്ചാൽ ഈ മണ്ണ കണ്ട് നീക്കാൻ പറ്റും. ഷീറ്റ് കിട്ടുമോ? വലിച്ചോളി. മണ്ണൊക്കെ അതിൻ്റെ മുകളിൽ ഒരു സ്ലേവ് തുറന്നാൽ പിന്നെ ഫുള്ള് കുപ്പിച്ചില്ല. ആ കുയ്യനിട്ടാണി ഇവിടെ ഔട്ടാൻ പറ്റുമോ? ഉണ്ടെങ്കിയാ ഇടിഞ്ഞു നോക്കിട്ടോ. താവുണ്ട് കേട്ടോ. എന്താ താവ് നോക്കിയാ ഒരു സ്ലേവ് വെക്കല്ലേ. ഇത് പിടിക്കല്ലേ സെറ്റ്. റാഷി നമ്മൾ സപ്പോർട്ട് ചെയ്യോ? അങ്ങനെ ചെയ്യാം. ചിലപ്പോൾ ഞാൻ കുയ്ക്ക് പോകട്ടോ. ഓക്കെ പിടിവിടെ എടുക്കട്ടോ. വെല്ലം കേട്ട ഇറക്കിച്ചോ. അപ്പോൾ ഒന്ന് റെഡി. ഇതിൻ്റെ ഈ ബാക്കിയുള്ള സ്ലേവ് ഉണ്ടല്ലോ അതും പാടെ എടുത്തിക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇതേപോലത്തെ മണ്ണെണ്ണാണ് അവിടെ നിന്ന് തോന്നുന്നുണ്ട്. ആയിരിക്കും അതന്നെയാവും. അപ്പം എന്താ ചെയ്യാന്നറിയോ, നമ്മൾ സ്ലേവിൻ്റെ വീതി കണക്കൂട്ടിയിട്ട് കുറച്ചങ്ങോട്ട് കയറി നോട്ടെ. കാരണം പഴയ കുയ്യല്ലേ, അവിടെ കുറച്ച് കുറഞ്ഞോട്ടെ. കാരണം ഒന്നും ആവില്ല. കൈക്കോട്ടുകൊണ്ട് ഈ മണ്ണിൻ്റെ ഉറപ്പ് നോക്കുക, ഒന്ന് ഇടിച്ചിട്ട്. എന്നിട്ട് ചെറിയൊരു ചാല് ഇതായി കാണുന്ന മണ്ണിൽ നിരത്തിയിട്ട് കുറച്ച് ചാല് കയറിയിട്ട് അതിക്ക് 3 ഒന്നും വേണ്ട,
ഒരു ചെങ്കല്ലിൽ ചാലിടുക. ചെറിയ കല്ലല്ലേ? എന്നിട്ട് അതിന്റെ വേക്കിൽ എന്താ ബ്ലോക്ക് ഇട്ടാൽ മതിയാവും. എന്നാ പരിപാടി സെറ്റ്. അത് പെട്ടെന്ന് അതേപോലത്തെ തിരിച്ചു വെക്കുക. പരിപാടി കഴിഞ്ഞു. എന്നാ ചാടിച്ചോളി. ഇനിയാണ് പണി. ആ വലിച്ച ഒന്ന് വലിച്ച കുപ്പിച്ചിലൊക്കെ പോയിക്കോട്ടെ. അയ്യോ അപ്പൊ 2 ഷീറ്റിന്റെ കഷ്ണം കിട്ടിട്ടോ. ഇനി നമുക്ക് ഈ സ്ലേവാണ് പൊന്തിക്കാനുള്ളത്. ഇത് കുറച്ച് ചൊറ ഉണ്ടാവും കേട്ടോ. ഏത്? ആ കയറ് വേണം. ഈ മൂല കയറിട്. എവിടെ? അവിടെ കയറിടണമെങ്കിൽ എന്ത് ചെയ്യണം? ആ കെട്ടുമ്പോ തന്നെ പൊന്തിക്കോട്ടെ. അത്രയും മണ്ണുണ്ടായിട്ടാ. ഇതാണ് ഇപ്പൊ ഉപയോഗത്തിലുള്ള സ്ലേവ്. ഇതെന്ത് ചെയ്യണം? അങ്ങോട്ട് മസ്റ്റിടല്ലേ? ആ മറിച്ചിട. നടന്നട്ടെ. കല്ല് നോക്കട്ടോ. ഇടേ എത്തല്ലേ? ഒറ്റ നമ്മൾ പിടിച്ചാലോ? അവിടെ ഈ കയറങ്ങോട്ട് മാറ്റിച്ചോളാം. കയറങ്ങോട്ട് മാറ്റിച്ചോളാം. അത് കല്ലക്ക് ഒരു കല്ലച്ചുണ്ട്. ഞാൻ അവിടെ പിടിക്കാൻ തരാമല്ലോ. ഞാൻ പിടിച്ചേ. വേണ്ട ഓക്കല്ലേ, നമുക്ക് ആരയിക്കാൻ പറ്റോ? സെറ്റ് ആരയിക്കും. ആ പോട്ടെ. ഇവർക്കിപ്പോൾ ഇതൊരു 9 കൊല്ലം ഉപയോഗിക്കാൻ ഈ കുയ്യനെ ധാരാളമാണ്. കാരണം വീടും പറമ്പും തമ്മിൽ എത്ര വ്യത്യാസമല്ലേ. ഞങ്ങളൊരൊറ്റ നോട്ടേ നോക്കുള്ളൂ. അത് 2 കണ്ണും തുറന്നു കണ്ട് നമുക്കറിയാം കുയ്യ എത്ര കാലം നിൽക്കുന്നത്. അതിനാ കായി. നിങ്ങൾക്ക് ചിലപ്പം കറക്റ്റ് ഇതിൻ്റെ കണ്ടീഷൻ പറയാൻ പറ്റില്ല. കാരണം നിങ്ങളിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണ്. എന്തേ നിങ്ങൾ ഭൂമിൻ്റെ മുകളിൽ നിന്ന് കളിച്ചിട്ടുള്ളൂ. ഞങ്ങൾ ഭൂമിയിൽ അടിക്കുന്ന ആൾക്കാരാണ്. ചുറ്റും മണ്ണല്ലേ വലിയ. ആരും എത്ര അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കറിയില്ല എത്ര കാലം നിൽക്കുന്നുള്ളത്. ഞാൻ ഈ പേപ്പർ കൊണ്ടുവന്നിട്ട് എന്തിനാണെന്ന് അറിയാമോ? 8 കൊല്ലമാണ് നമ്മളെ കമ്പനി ഗ്യാരണ്ടി. കമ്പനി ഗ്യാരണ്ടി 8 ആണ്. ഇനി മൂപ്പർക്ക് 100-200 ഏറെ തരികയാണെങ്കിൽ 100-അനുസരിച്ച് കൊല്ലം കൂടും. തുടങ്ങ കേട്ടോ. ഇതൊന്നും ഒരു പണിയല്ല മക്കളെ. ആ ചെടി മണ്ണാണ്. നല്ല ചെടിക്ക് നല്ല വളമുണ്ടാവും. ഇത് ചെടിക്ക് പറ്റി മണം. ഒരു വക്കരം പോട്ടോ. എന്നാൽ പെട്ടെന്ന് വരടേ. മണ്ണ് വയറിൽ തുടങ്ങി വിട്ടാളെ. മണ്ണ് വയറിൽ തുടങ്ങിക്കണേ. എടുക്കണ പണിക്ക് പൂല് വേണം. ചോറ് കിട്ടിയോ കിട്ടിയില്ല എന്നുള്ളതല്ല, പണിക്ക് പൂല് വേണം. നിങ്ങൾ 2 ആൾ മുകളിൽ നിന്നാൽ മതി, ഞാൻ വാരിത്തരും. പിന്നെ ഈ കുയ്ക്ക് 2 മെയിൻ പൈപ്പ് വരുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടേക്കാ ഈ മൂലയിലാണ് വരുന്നത്. അപ്പോൾ മെയിൻ വരുന്ന പെരൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന പൈപ്പാണ് ഈ കാണുന്നത്. ഇത് മണ്ണിൻ്റെ പഴയ കാലത്ത് ആ ജോയിൻ്റ് അടിച്ച് വരുന്ന പൈപ്പ് കേട്ടോ. ഇതിനുള്ള പ്രശ്നം എന്താ വെച്ചാൽ ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ പിന്നെ മരത്തിൻ്റെ വേര് പിടിക്കുന്നത് മണ്ണിൻ്റെ പൈപ്പാണ്. അത് നമ്മൾ ബ്ലോക്ക് ആകുമ്പോൾ അറിയുള്ളൂ. പിന്നെ ചാല് കയറിയിട്ട് PVC ഇട്ടാൽ മതി. പിന്നെ ഈ കാണുന്ന പൈപ്പ് എന്താ വെച്ചാൽ ഇത് പുറത്തത്തെ കക്കൂസിൻ്റെ പൈപ്പാണ്. അതിനെക്കൊണ്ട് ഉപദ്രവമൊന്നുമില്ല. പിന്നെ നിങ്ങൾ ആരോടും പറയരുത്. ഒരു സത്യം പറഞ്ഞുതരാം, ഈ കുയ്ക്ക് തലച്ചോറുണ്ട്. വടക്ക് കേക്ക് ഈ കാണുന്ന ഏരിയയിലാണ് ഈ കുയിൻ്റെ തലച്ചോറ് കിടക്കുന്നത്. അപ്പോൾ ഈ തലച്ചോറിലേക്ക് വരുന്ന രക്തക്കുയലുകളാണ് ആ കാണുന്ന 2 എണ്ണം. അതിന് ഞങ്ങൾ രാവിലെ വന്ന സമയത്ത് അടച്ചു വെച്ചിക്കാണ്. അതിന് നമ്മളെ പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. അവനാണ് ഇത്ര പെട്ടെന്ന് ഈ പണി ലെവലാണ്. എൻ്റെ വടായി നിർത്തിയാ ആ കല്ലിൻ്റെ അളവൊന്ന് കാട്ടിയാ. പറയും പോലെ കല്ല് അളവെടുക്കാൻ പറഞ്ഞാൽ ടാപ്പ് പിടിച്ചാ എത്ര ഉണ്ട്? 2 മീറ്റർ. ഇവിടെ ചെങ്കലുണ്ടോ ഇതില്? ചെങ്കല്ല് ഒരു 10 ഉണ്ടാവും. എന്നാൽ 10 ഉണ്ടെങ്കിൽ ഒറ്റ ഒരിക്കൽ അടിയത്തെ ഒരിക്കൽ മണ്ണിലിക്കണല്ലേ കട്ട എടുക്കണ്ട. അപ്പം നമുക്ക് എന്ത് ചെയ്യുന്നറിയോ? ഇവിടെ ചെങ്കലില്ലാത്ത സ്ഥിതിക്ക് അത് ഫൗണ്ടേഷനും ബാക്കി കട്ട ഇറക്കാം. അപ്പം സാധാ കട്ട എന്ന് പറയുമ്പോൾ മാർക്കാറിനെ മറ്റേ അടഞ്ഞ കട്ട എടുത്താൽ മതി. അടഞ്ഞ കട്ടാണല്ലേ? അതിപ്പോൾ ഏകദേശം 1, 2, 3, 4 വരെ വരും. അപ്പം 24 ഇഞ്ച് കീച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരൊറ്റ വരി ചെങ്കല്ലും സെറ്റാട്ടോ. 1ാമത്തെ വരിക്ക് ചെങ്കല്ലാട്ടോ. ഇതാ വെക്കണേ. ഇതിനായിട്ട് പിടിക്കുക, നേരെ ആണ്ട് ഇടുക. ആ ഇട്ടതന്നെ അതിന് കണക്ക്. പിന്നെ കക്കൂസും കുയിൽ വസുവാസ് പാടില്ല. ഇതാ 2 അതേപോലെ അടുത്തെടുക്കുക. 2 പിടിച്ചിട്ട് 3 ഏതായിട്ട് അത് കുഴപ്പമില്ല. അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിന്റ് കഴിഞ്ഞാൽ മതിയല്ലോ. 4 കഴിഞ്ഞാൽ 5ാമത്താണ് ഇപ്പം എടുക്കണേ. ഇതാ 5 അത് സെറ്റ്. ഇനി ഒരു ബക്കറ്റ് മണ്ണ് മണ്ണ് ഇതേപോലെ ഇതിൻ്റെ ഇടയിലൊക്കെ ചേരുക. എന്നിട്ട് എന്ത് ചെയ്യുക? വെള്ളം പകർന്നു കഴിഞ്ഞാൽ ഈ 1ാമത്തെ വരി ഒടുക്ക് പോകുന്നത് നമുക്കൊന്ന് കാണണമല്ലോ. അപ്പോൾ സെറ്റ്. തണ്ണി കൊടി ഇതാണ് ഇതിൻ്റെ സിമെൻറ്റ് കേട്ടോ. ഓക്കെ. ഈ മണ്ണിനെ കാട്ടിയും 3 ഇഞ്ച് താന്നിട്ടാണ് ഇപ്പം ഈ ചെങ്കല്ല് ഇറങ്ങിക്കണത്. അപ്പോൾ പക്ക പുടുത്ത ഒന്നും ആവില്ല.
സിമെന്റ് ആ മക്കത്തിലെടുത്തോളി സിമെന്റ് ആ സിമെന്റ് വരട്ടെ സിമെന്റ് വരട്ടെ മീഡിയം ലൂസ് ഇതാ ഇങ്ങനെയാണ് പിടിക്കുക ഇങ്ങനെയാണ് ചേരുക ഇങ്ങനെയാണ് ചേരുക ആ ചെരുവിനാണ് ചെരുവ് കഴിഞ്ഞ കട്ട കൂടെ ഇങ്ങനെയാണ് പിടിക്കുക ആ കട്ടെടുത്താണ് നമ്മൾ 6 ഇഞ്ചിന്റെ കട്ട കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ക്ലൈന്റ് കൊണ്ടുവന്നത് എത്രൻ്റെ കട്ടയെന്ന് അറിയോ 8ന്റെ കട്ടയാണ് ഒടുക്ക് പോകാനാ സാധനം കട്ട തെറ്റ് അങ്ങനെയുണ്ട് പൊട്ടിക്കുക കപ്പൂസും പോയി ഇത്തിരിട്ട് നിൽക്കാൻ പാടില്ല ഒക്കെ ഫടാഫട്ട് പണിയാ അടുത്ത് വെച്ച് കൊണ്ടാ വെട്ടി ഇറക്കാം ഇടം മാത്രം ഒന്നാമത്തെ ഈ വരിക്കുമ്പോൾ സാധനം കൊണ്ടാ അയ്യോ റെഡി കേട്ടോ അപ്പൊ രണ്ടാം വരിക്ക് വെക്കണ സാധനം വെക്കാൻ ഈ സൂപ്പർ മസാല ഇതാ കല്ല് റെഡി ആയിക്കോളി രണ്ടാം വരി സെറ്റ് ഇതാ ഒറ്റ പരത്തല് ഏതാ പരത്തലയ്ക്കാ ആ പരത്തലിനാ കായിട്ടോ പരത്തലിനാണ് കുട്ടികളെ കായ് ഇടുക്കി ഒരു ഹാഫ് ആരായി മെറ്റല് മൊത്തം വാരി കോരി കൊടുക്കണേ ഇതൊക്കെ ഫുള്ള് മെറ്റലാണല്ലോ ആ വെച്ച് നെക്സ്റ്റ് കൂടി ഇന്നെ നിർത്തരുത് ഇനി നമ്മളെന്താ ചെയ്യില്ല കുമ്മായ കൊടുക്കൂല നീ അടുപ്പിച്ച് വെക്കും നെക്സ്റ്റ് ഞാൻ ലെവലെങ്കേ എടാ മെറ്റല് വാരി കോരി കൊണ്ടല്ലോ അത് ഹറാമായ പ്രവർത്തനമാണ് മാക്സിമം ശ്രദ്ധിക്കുക ഹറാമെന്ന് മാറി നിൽക്ക് നമുക്ക് വിജയം ഉണ്ടാവില്ല അവിടെ കട്ടെ ഇതാണ് നമ്മുടെ ലെവല് ഇങ്ങനെയുണ്ട് പിടിക്കുക ഇതാ ആണിപ്പാര ഇങ്ങനെയുണ്ട് വെക്കുക സെറ്റ് ഇട്ടോ ഇനി എന്താ വേണ്ടിയെന്ന് അറിയോ പകുതിയല്ല പോരക്കട്ടെ ഈ രണ്ടുപേരിൻ്റെ ഇടയിൽ മണ്ണിട്ട് നിറച്ച് ഫില്ലാക്കിയിട്ട് അടുത്ത 2 വെച്ചാൽ മതി വട്ട മച്ചാമാരെ കുയിൻ്റെ മണ്ണ് വാരലും അതേപോലെ തന്നെ കെട്ടലും കഴിഞ്ഞിട്ടോ സംഭവം നേക്കായി കുയിൻ്റെ നീളം നോക്കിയാണ്ട് ഇപ്പോൾ ഏകദേശം 8 അടി നീളമുണ്ട് 3 അടി താഴ്ചയുണ്ട് അതന്നെ ധാരാളമാണ് ഇനി നമ്മൾ സ്ലേവ് എടുത്താൻ വേണ്ടി പോകണി വെല്ലം നാരയ്ക്കുക ഇനി വെല്ല ഇത് നമുക്ക് ആരാക്കുമ്പോൾ എന്താണെന്ന് അറിയോ കൈ കുടുങ്ങാതെക്കാനി ഒരു കല്ലുടച്ചാ ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം കട്ടെ നമ്മളെ കുട്ടികളെ കൈ കുടുങ്ങാൻ പാടില്ലല്ലോ വെച്ചോ അറക്കല്ലേ അവിടെ പിടിക്കും ഇതേപോലെ തന്നെ കെട്ടുമ്പോ ഒട്ടിക്കോ കെട്ടൊന്നാവൂല കെട്ടൊട്ടിക്കോ അയ്യോ ഇനിയില്ലേ ഈ കല്ലെന്ന് വലിക്കട്ടോ പറയുമ്പം ഇന്ന് വലിച്ചോ ഇട്ടോ ഓക്കെ സെറ്റ് വെല്ലം നാരയ്ക്കണി ചിലപ്പോ സ്ലേവ് ക്രോസ് ആവാൻ സാധ്യതയുണ്ട് ആ കല്ലെടുത്തോ എടുത്തോ വെയിലെടുത്തോ ആ കേട്ടോ മൂലക്കേ ചങ്ങായിമാരെ സൈറ്റത്തെ കക്കൂസും കോയിൻ്റെ ഫുൾ പണി തീർന്നിക്കണം കേട്ടോ പിന്നെ രാവിലെ വന്നപ്പോൾ അവസ്ഥ എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഒക്കെയാണ് സൂപ്പറാക്കി കൊടുത്തിട്ടുണ്ട് അടിച്ചുപൊളി കെട്ടുന്ന് മാത്രമല്ല എൻ്റെ സൈഡിലൊക്കെ പീസിട്ട് നിറച്ച് നല്ല മണ്ണക്കെട്ട് മിയാക്കിയിട്ടുണ്ട് ഇനി ഇവിടെ ഒരു ഷീറ്റ് വെക്കുകയാണെങ്കിലൊക്കെയാ എനിക്ക് ഇവിടെ ഒരു ബെഡ് ഇടാൻ പറ്റും ആ ലെവലിലെ സാധനം നിൽക്കുന്നത് ടൈല് വരെ ഒട്ടിക്കുക എന്താ ലുക്ക് എന്നറിയാം പിന്നെ നമുക്ക് ഒരുപാട് നേരം വൈകി എൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ സൈറ്റ് കട്ടെത്താൻ ടൈം എടുത്താഞ്ഞ് പിന്നെ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് 6 കാറിൻ്റെ കട്ടയാണ് കേട്ടോ പക്ഷേ ക്ലൈൻറ്റ് കൊണ്ടുവന്നത് 6 ഹൈറ്റും 8 വീതിയിലെ കട്ടയാണ് അതിനോട് തന്നെ പക്ക സ്ട്രോങ് ആണ് പിന്നെ കുഴി കുറച്ചാണ് ചെറുതാക്കിയാണ് എന്താണെന്ന് വെച്ചാൽ സ്ലേവിന് വീതി കുറവേനി മിനിമം നമുക്ക് സ്ലേവ് 2 ഭാഗത്തേക്കും ഒരു 8 ഇഞ്ച് കയറിക്കണം എന്നുള്ള കോലത്തിൽ കുറച്ച് ചെറുതാക്കിയതാണ് അയച്ചിട്ട് ഒരു പ്രശ്നമില്ല കുഴി ഫുള്ള് മണ്ണാണ് പിന്നെ ഇപ്പോഴത്തെ സമയം നോക്കിയാൽ എല്ലാവരും കണ്ടോളി 3:45 4 മണി ആവണുള്ളൂ കട്ട കൊണ്ടുവരാൻ നേരം വൈകി പിന്നെ ചോറുന്ന് പിന്നെ നമുക്ക് ഒരു ഗ്യാരണ്ടീൻ്റെ കാര്യം പറഞ്ഞു ഇന്നത്തെ ഡേറ്റ് എത്രയാണ് 19/11/2022 അല്ലേ ഈ പേപ്പർ പോക്കരുത് കേട്ടോ ഓൾറൗണ്ട് കൺസ്ട്രക്ഷൻ ഈ പേപ്പറോട് എടുത്തേക്കുക എന്തിനാണെന്നറിയോ ഇനി എന്തെങ്കിലും 10 കൊല്ലമാണ് ഗ്യാരണ്ടി വരുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടെ എന്തെങ്കിലും ട്രബിൾ വരികയാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക ഈ പേപ്പർ കാണിക്കണം
എന്നാൽ കൂലി തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ വന്ന് കണ്ട് ഫുൾ സെറ്റിൽ ചെയ്യും. എന്നാൽ അടുത്ത ഒരു നെക്സ്റ്റ് പൊളി മിയാമിയ വീഡിയോ ഉണ്ട്, നമുക്ക് അവിടുന്ന് കാണാം. അതിൻ്റെ